എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് സാധാരണ സമൂഹത്തിൽ A, B, C കാറ്റഗറിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതായത് ഈ ഡാൻസിന്റെ കാറ്റഗറിയിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഇല്ല, സ്റ്റെപ്പുകൾ മാത്രമാണ്. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് കുറേ നല്ല ചെറുപ്പക്കാർ ഇപ്പം അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഭുദേവ ഇപ്പം എനിക്കൊക്കെ ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഇപ്പം വഴങ്ങത്തില്ല, ശരീരം വഴക്കത്ര ഇതുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊക്കെ മാക്സിമം ഞാൻ ഡാൻസ് ഒക്കെ കളിക്കും, നമ്മൾ വല്ലോ കല്യാണ വീട്ടിലൊക്കെ പണ്ട് വല്ലോ ഡ്രിങ്ക്സ് ഒക്കെ വല്ലോ ബീറോ അങ്ങനെയൊക്കെ അടിച്ചിട്ട് നമ്മൾ അതിന്റെ ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നുള്ള അതെ അങ്ങനത്തെ ഉള്ള ഡാൻസ് ഒക്കെയാണ് കളിച്ചിട്ടുള്ള ഒരു ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പൊ അത് കാണുമ്പോഴേ നമുക്കൊരു ഇതാവും. പക്ഷെ ഇങ്ങനെയുള്ള സിനിമ ഒരു വൃത്തിയായിട്ട് ഒരു ഡാൻസോട് കൂടിയുള്ള കോമ്പറ്റീഷനും ഡെഫിനറ്റ്ലി ഇപ്പൊ അന്നത്തെ ഇപ്പൊ നമ്മൾ ഗാനമേള ഓർക്കസ്ട്ര ഒക്കെ നടക്കുമ്പോ ഫ്രണ്ടില് കുറച്ച് ചേട്ടന്മാര് ഈ ബ്രേക്ക് അപ്പോ അതൊരു വലിയ അടയാളപ്പെടുത്തലൂടെയാണ് ഒരു പീരിയഡിനെയും അത് പ്രസന്റ് ജനറേഷൻ എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കൾച്ചറുമായിട്ട് എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി പോലെയാണ് സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ മൂൺ വാക്ക് ഇവരുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ ഉള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ വിനോദ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഫ്രഷ് ടാലൻസ് തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഒരു ആഫ്റ്റർ അങ്കമാലി ഡയറീസ് ദ ന്യൂ ബാച്ച് എന്ന് പറയാൻ ആണ് എനിക്ക് ആഗ്രഹം. ഒരു ഫ്രഷ് ന്യൂ ബാച്ച് ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് പുതിയ ആളുകൾ മാത്രമുള്ള സിനിമയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും USP ഈ സിനിമയുടെ. അല്ല അതുപോലെ തന്നെ ലിജോയ് പറഞ്ഞു നമുക്ക് ഈ സിനിമ അതായത് വെക്കേഷന് തന്നെ വരണം, അല്ലെങ്കിൽ ഒരു മെയ് മാസം തന്നെ നമുക്ക് April May മാസം തന്നെ റിലീസ് ചെയ്യാം എന്ന് അങ്ങനെ പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നാനായിട്ട് കാര്യം എന്താണ്? കാരണം ഇതൊരു യൂത്തിന്റെ സിനിമയാണല്ലോ. ആണ് ഇത്. എനിക്ക് തോന്നുന്നത് ഒരു സമ്മറിലെ ഒരു ആഘോഷം ആ സിനിമയ്ക്കകത്തുണ്ട്. അതിൻ്റെ പാട്ടുകളിലായിക്കോട്ടെ, അതിൻ്റെ ഡാൻസ് മെറ്റീരിയലിലായിക്കോട്ടെ, അവരുടെ ലൈഫിലായിക്കോട്ടെ, അതൊരു ഭയങ്കര വൈബ്രൻറ്റ് ഫ്രഷ് എനർജി പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരു April May കാലത്ത് വരേണ്ടതാണെന്നും, കാരണം ആ സമയത്താണ് ആ ഒരു ഫ്രഷ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ, +2 കഴിഞ്ഞ് കോളേജിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ സംഘമാണല്ലോ പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഇൻ്റർവെൽ സ്പേസ്, ഒരു ബ്രേക്ക് സ്പേസ് ആണ് April May മിക്കപ്പോഴും. അപ്പോൾ ആ സമയത്താണ് ഇത് പുറത്തു വരേണ്ടത്, ഒരു അവധിക്കാലം. അത് തന്നെയാണ് അവധിക്കാലത്തൊരു ആഘോഷം പോലെ.